ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സിന്റെയും പ്രേമലുവിന്റെയും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഡാറ്റ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും വമ്പൻ ബോക്സ് ഓഫീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും 61 കോടി, കർണാടകത്തിൽ നിന്ന് 14 കോടി 50 ലക്ഷം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളൊപ്പം നോർത്ത് ഇന്ത്യൻ കളക്ഷൻ തുടങ്ങിയവ ഉൾപ്പെടെ 4 കോടി 10 ലക്ഷം എന്നിങ്ങനെ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഏകദേശം 79 കോടി 60 ലക്ഷമാണ് കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് നേടിയെടുത്തത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 150 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ ഓവർസീസ് കളക്ഷനായിട്ട് 71 കോടി കളക്ഷനിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ദിവസം 17 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 12 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 222 കോടിക്ക് അടുത്തേക്കും എത്തപ്പെടുന്നതാണ്. ഇനി ഇതേപോലെ പ്രേമലു ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഉൾപ്പെടെ 54 ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. നിലവിൽ സിനിമയുടെ 52 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം കേരളത്തിൽ 61 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 30 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഓവർസീസ് കളക്ഷനായിട്ട് 42 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 52 ദിവസത്തെ കണക്കുകൾ പ്രകാരം 133 കോടി 55 ലക്ഷത്തിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇന്ന് സിനിമയുടെ 54 ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേസമയം 13 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. ഇന്നത്തോടെ 135 കോടിക്കടുത്തേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ പ്രേമലു ഫൈനൽ കളക്ഷനായിട്ട് 140 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം അങ്ങനെ കൃത്യം 7 ദിവസങ്ങൾ നാളത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണല്ലോ. 6 ദിവസങ്ങൾ പിന്നിട്ട സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം 32 കോടിയിലേക്ക് കേരള ഗ്രോസ് എത്തുന്നതാണ്. നാളെ ബുധനാഴ്ച ദിവസവും ഇതിനോടകം തന്നെ മികച്ചൊരു പ്രൈസ് കളക്ഷൻ, അതും 1 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും 5000-10,000 റേഞ്ചിൽ ഇപ്പോഴും മണിക്കൂറിലെ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ശനി ഞായർ കളക്ഷനോടെ 50 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കിടക്കുന്ന അടുത്തൊരു മലയാളം സിനിമ കൂടിയായിട്ട് ദി ഗോട്ട് ലൈഫ് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾക്കായിട്ട്.